ധന്യമീ ജീവിതത്തില് പൊതുവെ നല്ല കാര്യങ്ങളാണ് പറയാറുള്ളെങ്കിലും ഇടയ്ക്ക് ചില പരദൂഷണവും പതിവുണ്ട്. ഇന്ന് പരദൂഷണമാണ് പറയുന്നത്. പരദൂഷണം പറയുന്നതിന് മുമ്പേ പ്രശംസിച്ച ആൾക്ക് ഇത് പറയാൻ അർഹതയുള്ളൂ. അതും ചിന്തിക്കണം. ഏറ്റവും അധികം ഇന്ന് പരദൂഷണം ചന്ദനത്തെ കുറിച്ചാട്ടോ, വേറൊന്നുമല്ലേ. അല്ലാതെ നാട്ടുകാരെ കുറിച്ചോ ശത്രുക്കളെ കുറിച്ചോ അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചന്ദനം. പണ്ട് കുട്ടിക്കാലത്ത് അച്ഛന്റെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകും. അവിടെ നടയിൽ അധികം ആളൊന്നും ഉണ്ടാവില്ല. പട്ടാമ്പിന്ന് 30 കിലോമീറ്റർ ഗുരുവായൂർക്കുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് വന്ന ഒരു നെല്ലിക്കട വലുപ്പത്തിലാണ് ചന്ദനം തരിക. പൂജാരി അവിടെ നിന്നിട്ട് ഈ വരുന്നവർക്ക് ഗുരുവായൂരിന് ചന്ദനം പറഞ്ഞാല് വീട്ടിൽ കൊണ്ടുവച്ചാൽ വളരെ ദിവസം ടീം തൊടാൻ ഉണ്ടാകും. ഇന്നിപ്പോ ചന്ദനത്തിന്റെ രീതിയൊക്കെ മാറിയിട്ടോ. അങ്ങനെ ഒരു ഉള്ള കൊടുത്താൽ മുതലാവില്ല, ഗ്രാമീണ ഭാഷയെ പറഞ്ഞു. പൂജയ്ക്ക് പൃഥ്വി തത്വത്തെ പ്രതിദാനം ചെയ്യുന്നത് ചന്ദനമാണ്. ഈ ചന്ദനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെറുതെ കളിക്കല്ല, അതിനൊരു കണക്കുണ്ട്, അതറിയുന്നവർക്ക്. ഭൂമി തത്വം ചന്ദനമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. ഭൂമിയുടെ കളറ് മഞ്ഞയാണ്. സിലിക്കോൺ ഡയോക്സൈഡ് ഫൈനൽ എലിമെന്റ് മഞ്ഞയാണ്. ആ കാരണം കൊണ്ട് തന്നെ മഞ്ഞളിന് നല്ല പ്രാധാന്യം ഉണ്ട്. മഞ്ഞളിന് നല്ല മനോഹാരിത ഉണ്ട്. ഇന്നലെ വീട്ടാവശ്യത്തിന് 1 കിലോ മഞ്ഞള് പൊടിപ്പിച്ചു കൊടുന്നു. അപ്പൊ ഭാര്യ ഡ്യൂട്ടി വന്നു അതൊന്നൊരു ചില്ലുപാത്രത്തിലാക്കാൻ. ആ ചില്ലുപാത്രത്തിലേക്ക് ഇടുമ്പോ മഞ്ഞളിന് എന്തൊരു ഭംഗിയായിരുന്നു അറിയോ, അങ്ങനെ പൊടിച്ച മഞ്ഞൾ കാണുന്നു. എന്നാൽ ചന്ദനമാകട്ടെ ഭൂമിയെ നേരിട്ടിട്ട് കുറച്ചും കൂടി സ്ഥൂല രൂപത്തില് ഭൂമിയുടെ തത്വമാണ് ചന്ദനം. അതുകൊണ്ടാണ് കവികള് നല്ല ശരീരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചന്ദനത്തിന്റെ ഗന്ധമായിരിക്കണം ശരീരത്തിന്. നമ്മളിതൊക്കെ നോക്കണം. നമ്മുടെ ശരീരത്തിനൊരു ഗന്ധമുണ്ട്. ആ ഗന്ധം നമ്മൾ അറിയും. ആ ഗന്ധം നമ്മൾ അറിയുമ്പോൾ അതിന് ചന്ദനത്തിന്റെ ഗന്ധം ഉണ്ടാകണം ശരീരത്തിന്. തെറ്റായ ചിന്തകൾ പാടില്ല. ശരീരത്തിന് ദോഷം വരുന്ന ആഹാര വസ്തുക്കൾ ഒഴിവാക്കണം. ആ മനസ്സും ചിന്തയും ബുദ്ധിയും ശരിയാവുമ്പോൾ ശരീരത്തിന് ചന്ദനത്തിന്റെ ഗന്ധമായിരിക്കും. സിനിമാ പാട്ടിലും കവിതയിലൊക്കെ ചന്ദനഗന്ധമുള്ള കാമുകിയുടെ ശരീരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കാമുകനും ബാധകമാണ്. നമ്മുടെ ശരീരത്തിന് ചന്ദനത്തിന്റെ ഗന്ധം ഉണ്ടായേ പറ്റൂ. ക്ഷേത്രങ്ങളുടെ മുമ്പിലൊക്കെ ചന്ദനം അങ്ങനെ മുട്ടി അരയ്ക്കുന്നത് കാണാം. അപ്പൊ തുടക്കം കുറച്ച് ദൂഷ്യവശം പറഞ്ഞു. അറിയാതെ ചന്ദനത്തിനെ കുറിച്ച് ഇപ്പൊ നല്ലതാണ് പറഞ്ഞത്. ഇനി മറുവശം, അതങ്ങനെ അങ്ങോട്ട് നട്ടുപിടിപ്പിച്ചിട്ട് ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചിട്ട് നിൽക്കില്ല. ധാരാളം ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ഇടയിലാണ് ചന്ദനം ആദ്യം വളരുള്ളൂ. നാച്ചുറലായിട്ട് വളരുന്ന ചന്ദനത്തിന്റെ കാര്യമാണ്. അതിന്റെ കാരണം വല്ലാതെ പണിയെടുക്കാൻ വയ്യാത്ര. ചന്ദനത്തിന്റെ വേരുകൾ എന്ത് ചെയ്യുന്നറിയോ, ചുറ്റും ധാരാളം വൃക്ഷല്ലേ, അവര് പശ്ചിമ വലിച്ചെടുക്കണ്ടല്ലോ, അവിടേക്ക് പോകുമെന്നാണ് ഈ വ്യക്തി എന്നോട് പറഞ്ഞത്. സ്വയം വലിച്ചെടുക്കില്ല. അപ്പൊ ചുറ്റും ധാരാളം വൃക്ഷങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോ ഇതിന്റെ വേരിന് നല്ല സൗകര്യമാണ്
ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടിട്ട് എവിടുന്നെങ്കിലൊക്കെ തട്ടിക്കുട്ടി കൊടുന്നുള്ള പച്ചമ മുഴുവൻ എടുക്കുകയും ഇദ്ദേഹം പറഞ്ഞത് ആ വേരിന്റെ ഇടയക്കൂടെ വേറെ വൃക്ഷത്തിന്റെ വേരിന് തുളച്ചിത്തറ ഇവിടെ കിട്ടാണ്ടോ നോക്കിയിട്ട് അങ്ങനെ ഒരു സ്വാർത്ഥത എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഒരു പ്രയോഗാട്ടോ. സ്വാർത്ഥത എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ ഭൂമുഖത്ത്. നമ്മുടെ ഈ വീക്ഷണത്തിൽ പറയാണ് അതുകൊണ്ട് ചന്ദനം ഒറ്റയ്ക്ക് വളരാൻ ബുദ്ധിമുട്ടാണെന്നും ഒറ്റയ്ക്ക് വളർന്ന ചന്ദനം എന്നൊന്നും ഇങ്ങോട്ട് പറയണ്ട. പൊതുവെ ഒരു വീക്ഷണം മാത്രമേ ധന്യവിധത്തിൽ പറയുള്ളൂ. അത് ചന്ദനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രകൃതി അനുവദിച്ചായിരിക്കുമല്ലോ ഇത്. ഇതിപ്പോ എങ്ങനെ കുറ്റാന്ന് പറയാ? ചന്ദനത്തിന്റെ സ്വാർത്ഥത എങ്ങനെയാ പറയാ? പ്രകൃതി ഇതിനെ അനുവദിച്ചാണല്ലോ. കണ്ടാമുഖത്തിന്റെ ഒക്കെ കുട്ടി പ്രസവിച്ചതിന് ശേഷം കണ്ടാമുഖം തള്ള നക്കാൻ ചെല്ലും. അപ്പ ഓടുത്തരവ്. അപ്പൊ ഓടാൻ കാരണം നക്കി ആ ഭാഗത്തെ തോലും മാംസമൊക്കെ പോകും. അപ്പൊ ആ നക്കുമ്പോ ഓടാൻ വേണ്ടി കുട്ടിക്ക് ആരാ പഠിപ്പിച്ചത്? ഇതുപോലെ ചന്ദനത്തിന്റെ വേരുകൾ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായതുകൊണ്ട് വളരെ കൂട്ടമായിട്ട് കുറെ എണ്ണം വളരുന്നതിന്റെ ഇടയ്ക്കാണ് ചന്ദനം വളരുക എന്ന് പറയുന്നത്. ചന്ദന കൃഷിയെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ പറഞ്ഞ ആൾ ഒന്നുകൂടി പറഞ്ഞു, തന്നെ ആ ചന്ദനമുട്ടി ഒരസണ് കണ്ടാൽ ഇങ്ങനെ ഉണ്ടോ പിടിച്ചിട്ട് കല്ലിലിട്ടിട്ട് ഒരസി ചന്ദനാക്കുമല്ലോ. അപ്പൊ ഓൻ അനുഭവിക്കില്ലേ എന്ന് പറഞ്ഞു. അതിലും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഫലിതം ഉണ്ട്. പല വൃക്ഷങ്ങൾക്കും ഇങ്ങനെ ഉണ്ട്. വലിയ പ്രമാണിയല്ലേ ആല്. ആലിനെ കുറിച്ചൊക്കെ പ്രമാണിത്തം പറഞ്ഞ കേട്ടാ പോയി തൊടുക, വണങ്ങുക. പ്രമാണിത്തം കേട്ടോ, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ പറയാനുള്ളത് വേറൊരു ചെടി അതിന്റെ താഴെ വളരാൻ സമ്മതിക്കില്ല. ചില പ്രമാണിമാരുണ്ട്, അവര് ചില സ്ഥാനങ്ങളിൽ എത്തിയ തനിക്ക് തുല്യമായിട്ട് വളരാൻ വേറൊത്തിനും സമ്മതിക്കില്ല. അത് അവരുടെ നിർബന്ധമാണ്. ഏതെങ്കിലും ഒരുത്തൻ തനിക്ക് തുല്യമായിട്ട് വരികയാണെങ്കിൽ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞില്ലേ, ആ സ്വഭാവം ആല്. എന്നാലോ വളരെ നന്മയുള്ള മരം കിട്ടും. കാഞ്ഞിരം ഉണ്ടെങ്കിലേ അവിടെ വെള്ളം കിട്ടുള്ളൂ. ഈ വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്നത് കാഞ്ഞിരമാണ്. ചേരെന്നൊരു മരമുണ്ട്. ചേർ പക എന്നാ പറയാ. ഒരു പകയില്ലാട്ടോ. പക എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ നമുക്ക് ചേരിന്റെ അടുത്ത് കൂടെ പോയിരുന്നെങ്കിൽ മേല് ചൊറിയും ഒക്കെ ഉണ്ടാവും. ചേർപ്പക. ആ ഭൂമിയിൽ അതിന്റെ വേരുകള് വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ചേരിനെ നമ്മള് ചേർപ്പക എന്ന് വിളിക്കും. എന്നാൽ നല്ല ഗുണമുള്ള മരുഭൂമിയിലത്തെ മഴമരം ചെയ്യുന്നെന്താ? ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് വെള്ളത്തെ വലിച്ചെടുക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴെ നിൽക്കുന്ന ചെടികൾ വളരാൻ വേണ്ടി അതങ്ങോട്ട് സ്പ്രേ ചെയ്യും. ആ നന്മ ചെയ്യുന്നോണ്ടായിരിക്കും ഇത്ര പബ്ലിസിറ്റി ഇല്ല. മഴമരത്തിന് ഇത്ര പബ്ലിസിറ്റി കിട്ടാതിരിക്കാനുള്ള കാരണം നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു കാര്യത്തിലും പ്യുവർലി ജനക്ഷേമകരമാണെങ്കിൽ വലിയ പബ്ലിസിറ്റി
വരില്ല. അത് കുറച്ച് അസൂയയും കുശുമ്പും വേണ്ടാത്തതും മനുഷ്യനെ വഴിതെറ്റിക്കുന്ന കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ഹിറ്റാവും. ഹിറ്റാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിറ്റാവുക എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനവും അംഗീകരിക്കും. അങ്ങനെ ഉണ്ടോ? അത് എപ്പോ? അതൊന്ന് കാണണമല്ലോ. മഴമരം ശാന്തമായിട്ടൊരിടത്ത് നിന്ന് ഈ നന്മ ചെയ്യുന്നു. ചന്ദനത്തിന് നല്ല കുളിർമ ഉണ്ട്. യഥാർത്ഥ ചന്ദനം അത് നെറ്റിയുമ്പോ തന്നെ പറ്റുന്നു. കാരണം ആജ്ഞാചക്രം എന്ന് പറയുന്നത് 2 പുരികങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രത്യേക കേന്ദ്രം. അവിടെ തണുപ്പ് കൊടുക്കുക, ചന്തമുണ്ട്, ഭംഗിയുണ്ട്, ഭൂമി തത്വമായിട്ട് ചേരുകയും ചെയ്യുന്നുണ്ട്. ചന്ദനത്തിന്റെ ഗുണദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ദോഷവശം എന്നൊക്കെ ആദ്യം ഞാൻ പരദോഷം തുടക്കത്തിൽ പറഞ്ഞിരുന്നാൽ പ്രകൃതിയിൽ അത് പ്രകൃതിയുടെ ധർമ്മമാണ് ചെയ്യുന്നത്. ഞാൻ മനുഷ്യന്റെ ധർമ്മമല്ലാതെ ചെയ്യുമ്പോൾ തെറ്റാണ്. ജീവജാലങ്ങൾ അതിന്റെ ധർമ്മം ഒരു സിംഹത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് മുയലല്ലേ, അത് അധർമ്മമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഇതൊക്കെ ചിന്തിക്കാൻ ചന്ദനമരം ഒരു കാരണം ആയെന്ന് മാത്രമേ ഉള്ളൂ. ധന്യമേ ജീവിതം പതിവായി കേൾക്കുന്ന പ്രിയ മിത്രങ്ങളോട് നന്ദി പറയുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞു വാക്കുകൾ സംവദിക്കുന്നു.